ഹലോ ഗായ്സ്, വാട്സാപ്പ് ബോസ് കോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഡ്രോയിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ ഒരു ഫ്രീ ഫയറിലെ ബണ്ടിലാണ് വരയ്ക്കുന്നത്. ബണ്ടിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളാണ് ഇവിടെ വരയ്ക്കാൻ ഒരു ഡയറി പോലത്തെ ബുക്കാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് വരച്ചു തുടങ്ങാം. മാസ്ക് ഇനി നമുക്ക് കുറച്ച് സോങ് കൊടുക്കാം. ഞാൻ എന്തുകൊണ്ടും ബെറ്ററായിട്ട് പറയുന്ന പെൻസിലായിരിക്കും. കാരണം നിങ്ങൾക്ക് തെറ്റിയാൽ തുടയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ പെൻസിലാണ് എന്തിനും ബെറ്റർ. നിങ്ങളാദ്യം ഈ വീഡിയോ കണ്ടിട്ട് മാത്രം വരയ്ക്കാൻ നോക്കുക. കാരണം ഞാൻ ഇടയ്ക്ക് തെറ്റുന്ന പോർഷൻസൊക്കെ തുടയ്ക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്രയും നീളം വേണോ ഗൈസ്? അത് ഇച്ചിരി നീളം കുറച്ചേക്കാം. ഇത്രയും നീളമായപ്പോൾ ഇങ്ങനെ ബോറായി പോകുമായിരിക്കും. വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ അനിയനാണ് എടുക്കുന്നത്, അതുകൊണ്ട് ക്ഷമിക്കണം ഗൈസ്. ഇവിടെയൊക്കെ ഈ പോർഷനൊക്കെ നല്ലതായിട്ട് വരയ്ക്കേണ്ട സ്ഥലങ്ങളാണ്. ആണ് ഞാൻ പറഞ്ഞ തെറ്റുമെന്ന്. ഇവിടെ ഇച്ചിരി മിസ്റ്റേക്ക് പോലെ വരും ഗൈസ്. ഒരു ഡ്രോയിങ് വരയ്ക്കുന്ന ആൾക്കാർക്കാണ് അറിയാം. നമ്മൾ നേരത്തെ വരച്ചിട്ട് അച്ചില്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും വരച്ച് നമ്മൾ ഇച്ചിരി ടഫാണ്. ഇച്ചിരി എഫക്റ്റ് എടുത്താൽ ഇത് പൊളിപ്പനായിരിക്കും ഗൈസ്. എങ്ങനെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഡ്രോയിങ് വരയ്ക്കാമെന്നും പഠിപ്പിച്ചായിരുന്നതായിരിക്കും. ചെവി ഇച്ചിരി ടഫാണ്. നമ്മൾക്ക് ഇവിടെ ഇത്രയും വേണ്ടായിരുന്നു. സോറി ഗൈസ്. നിങ്ങളിപ്പം ആദ്യം തന്നെ പറഞ്ഞല്ലേ, ഈ വീഡിയോ ഫുൾ കണ്ടിട്ട് മാത്രം നിങ്ങൾ വരയ്ക്കാൻ നിൽക്കുക. ചെവി ഇത്രയും നീളം വേണം ഗൈസ്. കട്ടിക്കാണ് വരയ്ക്കുന്നത്. നമ്മളിപ്പം ഫേസിൻ്റെ ഇത്രയും വരെയും ഓക്കെയാണ്. ഇനി നമ്മൾ മുടിയാണ് ഗൈസ് കിടക്കുന്നത്. ടഫെന്ന് വെച്ചാൽ അത്യാവശ്യം ടഫാണ് ഗൈസ്. സോറി, ഞാൻ ഈ ക്യാമറ ഒന്ന് നേരെയായിക്കോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, അനിയനാ പിടിക്കുന്നത്. ഇങ്ങനെ
ലേശം സോറി ഗൈസ്, ഇവിടെ പറഞ്ഞാണ്. ഇത്രയും പേര് വരച്ചിട്ടുണ്ട് ഗൈസ്. ചെയ്യോ ഇത്രയും തന്നെ വരച്ചതിൻ്റെ പാടില്ല പൊന്നു ഗൈസ്. പക്ഷെ ഇത്ര പാടെടുത്താൽ എന്താ ഗൈസ്, ഇതിൻ്റെ റിസൾട്ട് വരുമ്പം ഹൈറ്റായിരിക്കും. ഞാൻ വലിയ പടം വരക്കാരൊന്നുമല്ല, ഇത്ര സാധനങ്ങളോടല്ല മെയിനായിട്ട് പടം വരയ്ക്കുന്നത്. ഞാൻ മെയിനായിട്ട് പടം വരയ്ക്കുന്നത് വണ്ടി, ബസ്, ട്രക്ക്, ഇത്തരം കാര്യങ്ങളോടാണ്. കാറ്, ബൈക്ക്, അങ്ങനെയോടാണ്, ഇത്തരം കാര്യങ്ങളോടാണ് കൂടുതലും വരയ്ക്കാറ്. ഇപ്പം നമ്മൾ മുടി സെറ്റാക്കിയിട്ടുണ്ട്. മുടി നമുക്ക് ജസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്താൽ മതി. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, അത്രയ്ക്ക് നമ്മളങ്ങനെ ഇതാക്കുന്നില്ല. ഈ കണ്ണ് ഇതൊരു ഒന്നൊന്നര സാധനമാണ് ഗൈസ്. ഇത്രയും പേരെ വരച്ചു. ഇത്രയും പേരെ ഗൈസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്ക് വരയ്ക്കണം. നമുക്ക് കണ്ണിപ്പം വരച്ചേക്കാം ഗൈസ്. പിന്നെ എനിക്ക് വലുതായിട്ട് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ അറിയത്തില്ല. ഞാനൊരു എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ലെങ്ത് കൂടിയ എല്ലാവരും ക്ഷമിക്കുക. ഇവിടെ ഇതാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തൊട്ടേ കാണുക. നിങ്ങൾ ലൈറ്റായിട്ട് വരച്ച് നോക്കുക, എന്നിട്ട് ഒന്ന് കട്ടിയാക്കുക. നിങ്ങൾക്ക് ആദ്യം പേനയും കൊണ്ട് വരച്ചാലേ ക്ലാരിറ്റി ഉള്ളൂ. പെൻസിൽ കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് എടുത്ത് ചാടി പേനയും കൊണ്ടൊന്നും വരയ്ക്കില്ല ഗൈസ്. എൻ്റെ ഒരു അനുഭവം വേണേ ഞാൻ കാണിച്ചു തരാം. വേണ്ട ഗൈസ്, ഇത് കണ്ടോ, പേനയും കൊണ്ട് വരച്ചാൽ വേണ്ട ഇങ്ങനെ ഇരിക്കും, കുളമാകും മൊത്തത്തിൽ. അതുകൊണ്ട് വേണ്ട ഇതേപോലെ പെൻസിൽ കൊണ്ട് വരയ്ക്കുക. അതിൻ്റെ അച്ചാണ് നേരത്തെ കണ്ടത്. ഇപ്പം വേറെ മോഡലിലാണ് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കണ്ണും കാര്യങ്ങളൊക്കെ ഇത് കണക്കങ്ങ് വരച്ചങ്ങ് വെക്കുക. ഓക്കെ, ഇനി കണ്ണല്ല, കണ്ണിനിയുമാണ് വരാൻ പോകുന്നത്. ഓക്കെ, കണ്ണൊക്കെ ഗൈസ്, കണ്ണൊക്കെ ഇച്ചിരി ഇതാക്കണം. ഓക്കെ, ഇനി ഇപ്പുറവും കൂടെ വരയ്ക്കണം ഗൈസ്. ശരിക്കും ലേശം ടഫാണ്. ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം. ഇത്രയും ടഫായിട്ട് ഞാൻ വരയ്ക്കുന്നതല്ലേ ഗൈസ്. നിങ്ങൾക്ക് ലൈക്കും സബ്സ്ക്രൈബും അടിച്ചാൽ ഒന്നും വരാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് എനിക്ക് ചെയ്യണം. ചെയ്യുമല്ലോ അല്ലേ എന്ന് പ്രതീക്ഷിക്കുന്ന ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കിത്തരം വീഡിയോകൾ ചെയ്യാൻ കരുത്തുള്ളത്. പിന്നെ ഗെയിമിങ്ങിൻ്റെ വീഡിയോസ് ഒക്കെ ഇടണമെങ്കിൽ എൻ്റെ സെക്കൻഡ് ചാനലായിട്ടുള്ള റോഡ് ബോസ് ഗെയിമിങ്ങിൽ എന്ന് പറയുന്ന ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും ഗൈസ്. കണ്ണൊക്കെ ഒരു വിധത്തിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മാസ്കാണ് ചെയ്യുന്നത്. ഇത്രയും പോർഷൻ സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളാണ് ഇത് വരയ്ക്കാൻ നേരത്ത് ഓരോ
ഓരോ സാധനങ്ങളും അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രമേ വരയ്ക്കാവൂ. ഓക്കെ, നമ്മൾ മാസ്കാണ് അടുത്ത വരയ്ക്കുന്നത്. മാസ്കാണ്, പ്രത്യേക കളറൊന്നുമില്ല ഗൈസ്, പ്രത്യേക കളറൊന്നുമില്ല ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ ക്യാമറയുടെ ആണെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. ഇപ്പം കാണാമോ ഗൈസ്? കാരണം ഞാൻ ഇച്ചിരി തെളിച്ചം വരാൻ വേണ്ടി ഇട്ടതാണ് ലൈറ്റ്. നമ്മൾ പാതി വീഡിയോ ഇടുകയാണ് ഗൈസ്. ശബ്ദം വല്ലതുകൊണ്ട് ക്ഷമിക്കണം, കാരണം ഞാനൊരു ഇച്ചിരി മേളിലിരുന്നാണ്, ടെറസിന് മണ്ടയിരുന്നാണ്, അതായത് ടെറസിൻ്റെ സ്റ്റെപ്പ് ഇരുന്നാണ്. നമ്മുടെ ടെറസിൻ്റെ സ്റ്റെപ്പാണ് എൻ്റെ പണിസ്ഥലം, അവിടെ ഇരുന്നാണ് ഇപ്പം ചെയ്യുന്നത്. മാസ്കൊന്നും വലുതായിട്ട് ഒത്തിട്ടില്ല ഗൈസ്, അതിൽ നമുക്ക് ജസ്റ്റ് തല പൊക്കി കാണിക്കാം. ലാസ്റ്റ് ആ ഗൈസ് നമുക്ക് ഷെയ്ഡിങ് ഒക്കെ ജസ്റ്റ് ഇവിടെ വെച്ച് ഇതിൻ്റെ ഗൈസ് നമുക്ക് ഈ ബണ്ടിലിനൊരു മാല പോലെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു മാല തോന്നുന്നു. എന്തോ